സ്പെഷ്യലായിട്ടുള്ള ഒരു ദിവസമാണ്. ഇന്നലെ നാഷണൽ അവാർഡ്സ് പ്രഖ്യാപിച്ചു. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം മലയാള സിനിമയിലേക്ക് ബെസ്റ്റ് ഫീച്ചർ ഫിലിം എന്നുള്ളൊരു അവാർഡ് തിരിച്ച് നമ്മുടെ ഹോം ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവരാൻ ആട്ടം എന്ന ഞങ്ങളുടെ ഈ ചെറിയ സിനിമയ്ക്ക് സാധിച്ചു. വലിയ ഹൃദയമുള്ള ചെറിയ സിനിമ. ദാറ്റ്സ് ഹൗ ഐ ഹാവ് ബീൻ ഡിസ്ക്രൈബിങ് ആട്ടം ആൻഡ് ദ ടീം ഈസ് ഓൾസോ ലൈക്ക് ദാറ്റ്. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. 3 അവാർഡുകളാണ് ആട്ടത്തിൽ ലഭിച്ചിട്ടുള്ളത്. ബെസ്റ്റ് ഫീച്ചർ ഫിലിം, ബെസ്റ്റ് എഡിറ്റിംഗ്, ബെസ്റ്റ് സ്ക്രീൻ പ്ലേ. ഐ ഹാൻഡ് ഓവർ ദ മൈക്ക് ടു ആർ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് ആനന്ദ് ഏകർഷി. ഞങ്ങളുടെ എല്ലാവരുടെയും ഏതൊരു ടീമിൻ്റെയും സക്സസ് എന്ന് പറയുന്നത് അതിനൊരു നല്ല ലീഡർ ഉണ്ടാവുക എന്നുള്ളതാണ്. പേഴ്സണലി ഐ ബിലീവ് ആനന്ദ് ഇസ് വൺ ഓഫ് ദ ഫൈനസ്റ്റ് human beings I have ever known. More than as a filmmaker, I look up to him as a person. It's been an honor and it's been an absolute privilege working on this film and getting to know each one of these people very closely. Welcome one and all. നമുക്ക് നമ്മുടെ പ്രസിഡന്റ് ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യാം. നമസ്കാരം, എൻ്റെ പേര് ആനന്ദ് ഏകർഷി. ഞാൻ ആട്ടം എന്ന് പറയുന്ന സിനിമയുടെ സംവിധായകനും തിരക്കഥാകൃത്തുമാണ്. സംഗീത ഇപ്പോൾ പറഞ്ഞ പോലെ ഇത്രയും ഒരു ഷോർട്ട് നോട്ടീസിൽ ഇന്നലെ അവാർഡ് അനൗൺസ് ചെയ്യും. ഇന്ന് ഞങ്ങൾക്ക് ഒരു ആഗ്രഹം തോന്നുകയാണ് കുറെ കൂടി പ്രസ്സുമായിട്ട് സംസാരിക്കണമെന്നും അല്ലെങ്കിൽ കുറെ കൂടി ആളുകളിലേക്ക് ഇതിൻ്റെ ഒരു സന്തോഷം ഷെയർ ചെയ്യണമെന്നും. അപ്പോൾ അങ്ങനെ ഒരു ഷോർട്ട് നോട്ടീസിൽ പറയുകയും അങ്ങനെ എത്ര പെട്ടെന്ന് നിങ്ങളെല്ലാവരും വന്നതിൽ അത് തന്നെ ഒരു താങ്ക്സ്, ബിഗ് താങ്ക്സ്. ഇത് വളരെ വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു മൊമെൻ്റാണ്. കാരണം എന്ന് വെച്ചാൽ ഒരു സിനിമയുടെ പ്രൊമോഷന് വേണ്ടി ആണല്ലോ പൊതുവെ നമ്മൾ പ്രസ്സിനെ കാണുന്നതും മീഡിയനെ കാണുന്നതും ഒക്കെ. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ സിനിമ എങ്ങനെയും എന്തും പറഞ്ഞ് എങ്ങനെയും ആൾക്കാർ തിയേറ്ററിൽ എത്തിക്കുക, ആളുകൾ കാണുക. അപ്പോൾ അതിനകത്ത് ഒരുപാട് ടെൻഷനുണ്ട്. ആ സമയത്ത് നമ്മുടെ ഒരു മെൻ്റൽ സ്പേസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു ടെൻഷൻ, ആൻസൈറ്റി ഒക്കെയാണ്. പക്ഷേ ഇതൊരു വളരെ ആ സമയത്തൊന്നും തന്നെ നമ്മൾ സിനിമയുടെ അവാർഡ്സിനെ കുറിച്ചോ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. ഈ സിനിമ ആളുകൾ എത്രയും കൂടുതൽ ആൾക്കാർ കാണാൻ പറ്റുമവർ കാണുക, നമ്മുടെ പ്രൊഡ്യൂസർ ആയെങ്കിലും പൈസയൊക്കെ തിരിച്ച് റിക്കവർ ചെയ്യുക, ഇതൊക്കെയാണ് ആ സമയത്തെ ആശങ്കകളും ആഗ്രഹങ്ങളും. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഇത് മറ്റ് അവാർഡ് സെറമണികൾക്ക് പോകുമ്പോൾ ഒരുപക്ഷെ ഇന്ത്യയിൽ നിന്ന് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അവാർഡാണ് ഈ സിനിമയ്ക്ക്. ഇന്ത്യയിൽ നിന്ന് മുകളിലോട്ടൊരു അവാർഡ് കിട്ടാനില്ല. അപ്പം ഇങ്ങനൊരു ചെറിയ സിനിമ റിലേറ്റീവ്ലി മറ്റ് വലിയ സിനിമകളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ റിലേറ്റീവ്ലി ചെറിയൊരു സിനിമയായിട്ട് ഇത്രയും പുതുമുഖങ്ങളുള്ള ഞാൻ തന്നെ ഒരു നവാഗത സംവിധായകൻ അങ്ങനെ ഒരു സിനിമ വരികയും ആ സിനിമയ്ക്ക് അതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു വാക്കുകൾ പറഞ്ഞാൽ എന്നെ കുറച്ചു മുമ്പ് സന്ദീപ് സേൻ എന്ന് പറഞ്ഞ പ്രൊഡ്യൂസർ സാർ വിളിച്ചിരുന്നു. സൗദി വെള്ളക്കയുടെ പ്രൊഡ്യൂസറാണ്. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് വളരെ സന്തോഷത്തോടെ പറഞ്ഞത്, അനന്ത ഒരു സിനിമയുടെ നട്ടെല്ലാണ് നിങ്ങൾ അവിടെ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത് മലയാളത്തിന് അഭിമാനമായിട്ട്. കാരണം ഒരു സിനിമയുടെ നട്ടെല്ലാണ് അതിൻ്റെ സ്ക്രീൻ പ്ലേയും അതിൻ്റെ എഡിറ്റും. പിന്നെ സിനിമയ്ക്ക് തന്നെ ബെസ്റ്റ് മികച്ച സിനിമയുടെ അവാർഡുണ്ട്. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അനോളജി ആയിട്ട് തോന്നി. അപ്പോൾ അത് വലിയ സന്തോഷം തരുന്നൊരു നിമിഷമാണ്. അപ്പോൾ അത് എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യണം എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു പ്രസ് മീറ്റിൻ്റെ ഒരു മെയിൻ ഉദ്ദേശം. അപ്പോൾ ഇതിനകത്ത് ആദ്യം തന്നെ ആരോടാണ് ഈ സിനിമ കടപ്പെട്ടിരിക്കുന്നത്? ഈ സിനിമ ആദ്യം തന്നെ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ഈ സിനിമ കണ്ട ആളുകളോടാണ് ആദ്യം. കാരണം ഈ സിനിമ കണ്ടവർ മറ്റാളുകളിലേക്ക് പ്രചരിപ്പിക്കുന്നതിലൂടെയാണ് ഈ സിനിമ വളർന്നത്. ഈ സിനിമയ്ക്ക് നമ്മൾ ചെയ്യാവുന്ന എല്ലാ പ്രൊമോഷൻസും ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്തിരുന്നു. ഒരു പ്രൊഡക്ഷൻ ഹൗസിന് കഴിയാവുന്ന എല്ലാം ചെയ്തിരുന്നു. അത് പോസ്റ്റേഴ്സിൻ്റെ രീതിയിലാണെങ്കിലും ഫ്ലെക്സിൻ്റെ രീതിയിലാണെങ്കിലും ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ആയിട്ടുള്ള എല്ലാ പ്രൊമോഷൻസും മാർക്കറ്റിംഗ് എല്ലാം ചെയ്തിരുന്നു. പക്ഷേ ഈ സിനിമ അതിനുപരിയായിട്ട് ഈ സിനിമ വളരണമെങ്കിൽ ഇത്രയും പുതുമുഖങ്ങൾ, ഇപ്പം വിനയും ഷാലും ചേട്ടനും ഒഴിച്ചു കഴിഞ്ഞാൽ വേറെ സിനിമ നന്ദൻ ഉണ്ണിയും ഒഴിച്ചു കഴിഞ്ഞാൽ സിനിമയിൽ പരിചയമുള്ള മുഖങ്ങൾ തന്നെ വളരെ കുറവാണ്. അപ്പോൾ അതിൻ്റെ വലിയ ബാനേഴ്സ് ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ കണ്ട് മറ്റൊരാളെ ഇത് കാണണം, ഈ സിനിമ കാണണം എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച തിയേറ്ററിന് ശേഷം OTT-യിലും ഇന്ത്യ മുഴുവൻ പല ആളുകൾ സിനിമ ഇഷ്ടപ്പെടുന്ന പല ആളുകൾ അങ്ങനെ ഒരു തീ പടർത്തിയിട്ടുണ്ട്. അപ്പം അവരോടാണ് ഏറ്റവും കൂടുതൽ നന്ദിയും ഏറ്റവും കൂടുതൽ ഈ പടത്തിൻ്റെ ഈ അവാർഡ്സ് നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഓഫ്കോഴ്സ് ഈ സിനിമയുടെ ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡ്യൂസറുണ്ട്.
ഞാൻ സന്ദീപ് സാറിനോട് സംസാരിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ സൗദി വെള്ളക്കയുടെ പ്രൊഡ്യൂസറുടെ വിളിച്ചു ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ സിനിമയുടെ പ്രൊഡ്യൂസർ ഡോക്ടർ അജിത് ജോയ് ഇങ്ങനൊരു സിനിമ ചെയ്ത് ഇപ്പോൾ ഇന്ന് ഇങ്ങനെ ഒരു 3 അവാർഡ്സ് കേരളത്തിലേക്ക് ദേശീയ തലത്തിൽ വരുമ്പോൾ അത് ഒരുപക്ഷെ ഒരുപാട് പുതിയ പ്രൊഡ്യൂസേഴ്സിനെ ഇൻസ്പയർ ചെയ്യും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരുപാട് പ്രൊഡ്യൂസേഴ്സിനെ റിസ്ക് എടുക്കാൻ, കണ്ടന്റ് നല്ലതാണെങ്കിൽ കണ്ടന്റ് ആ സിനിമയുടെ ഒരു ലോഞ്ചിവിറ്റിയെ സഹായിക്കുമെന്നും നാളെ ഈ മുടക്ക് മുതൽ തിരിച്ചു വരുമെന്നും ഉള്ള ഒരു ധൈര്യം കൊടുക്കാൻ അവർക്ക് ഒരുപാട് ഇൻസ്പിറേഷൻ ആണ് ഈ സിനിമ. അപ്പോൾ ഈ സിനിമയുടെ എവറി അച്ചീവ്മെന്റിന്റെ എല്ലാ അംഗീകാരങ്ങളും പോകുന്നത് ഇതിന്റെ പ്രൊഡ്യൂസറായ